പ്രിയപ്പെട്ട ലൂണ, നിന്റെ കാര്യം ഞങ്ങളെയേറെ വേദനിപ്പിക്കുന്നുണ്ട്. പഞ്ചാബ് എഫ്സിക്കെതിരെ നീ കളിക്കാതിരുന്നപ്പോൾ നീ ഇല്ലാത്ത ഓരോ നിമിഷവും ഞങ്ങളെയേറെ സങ്കടപ്പെടുത്തി. ഇത്രമേൽ ഞങ്ങളുടെ ഹൃദയം കീഴടക്കിയ നീ ഇനി 3 മാസം പുറത്തിരിക്കുമെന്ന് പല ഫുട്ബോൾ പണ്ഡിറ്റുകളും വിലയിരുത്തുമ്പോൾ ആ വാക്കുകൾ ഞങ്ങളെയേറെ വേദനിപ്പിക്കുന്നുണ്ട്. നിന്റെ പരിക്ക് ഗുരുതരമാണെന്നും ഇനി ഈ സീസണിൽ കളിക്കാൻ സാധിക്കില്ല എന്നും പല ഫുട്ബോൾ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ എന്തെന്നറിയാതെ അലയുകയാണ്. കാരണം നിന്നെ ഒരിക്കലും ഞങ്ങൾക്ക് നഷ്ടപ്പെടരുത് എന്ന ഒറ്റ പ്രാർത്ഥന മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. പഞ്ചാബ് എഫ്സിക്കെതിരെ നീയില്ലാതെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങിയപ്പോൾ നിന്റെ ഭാവം ഞങ്ങളെയേറെ തളർത്തിയിരുന്നു. യഥാർത്ഥത്തിൽ മത്സരത്തിലുടനീളം ഹിറ്റ്മാപ്പിലൂടെ പരന്നു കളിക്കുന്ന അഡ്രിയാൻ ലൂണ എന്ന മജീഷ്യനെ ഞങ്ങളേറെ മിസ് ചെയ്തിരുന്നു. ഗോവക്കെതിരെ പരിക്കേറ്റപ്പോൾ മത്സരത്തിന്റെ അവസാന നിമിഷത്തിൽ അഡ്രിയാൻ ലൂണയെ പരിശീലകൻ പിൻവലിച്ചപ്പോൾ അദ്ദേഹത്തിന് പരിക്കുണ്ടായിരുന്നു. എന്നാൽ ആ പരിക്ക് ട്രെയിനിങ്ങിനിടെ മൂർച്ച കൂടുകയായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ പരിക്ക് ഗുരുതരമാണെന്നും 3 മാസത്തോളം അദ്ദേഹത്തിന് വിശ്രമം വേണ്ടിവരുമെന്നും പല ഫുട്ബോൾ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തപ്പോൾ ഓരോ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകന്റെയും ഹൃദയം തകർന്നു പോയതാണ്. കാരണം അവർ അത്രേ ആ മനുഷ്യനെ ഇഷ്ടപ്പെട്ടിരുന്നു. അഡ്രിയാൻ ലൂണ എന്ന മനുഷ്യൻ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മരിക്കാൻ പോലും തയ്യാറായി കളിക്കുന്ന ഒരു കളിക്കാരനാണ്. ആ മജീഷ്യൻ ഇന്ന് പരിക്കേറ്റിരിക്കുകയാണ്. അയാൾക്ക് പകരക്കാരനായി കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു വിദേശ താരത്തെ ടീമിലെത്തിക്കാൻ ശ്രമങ്ങൾ തുടരുകയാണ്. ഇനി മണ്ണിലേക്ക് ആര് വന്നാലും അവരൊന്നും നിങ്ങൾക്ക് പകരമാവില്ല. ഞാൻ എൻ്റെ വായ കൊണ്ട് ഒരിക്കലും പറയാൻ ആഗ്രഹിക്കാത്ത ഒരു വാക്ക്, വി മിസ് യു അഡ്രിയാൻ ലൂണ.